കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ 2018 സുപ്രധാനമായ ഒരു കേസ്. ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥകളുള്ള രോഗികളുടെ ദുരിതം പരിഹരിക്കുന്നതിനായി കോമൺ കോസ് എന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നുവെന്നും അത് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം വരെ ദീർഘിക്കുന്നുവെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. വ്യക്തികൾക്ക് ജീവൻ നിലനിർത്തുന്ന ചികിത്സ നിരസിക്കാൻ കഴിയുമെന്ന് കോടതി സ്ഥിരീകരിച്ചു. ഈ വിധി പ്രകാരം അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്സ്, അതായത് മുൻകൂർ മെഡിക്കൽ നിർദ്ദേശങ്ങൾ, വ്യക്തികൾക്ക് അവരുടെ ജീവിതാവസാന പരിചരണ ആഗ്രഹങ്ങൾ മുൻകൂട്ടി വ്യക്തമാക്കാൻ അനുവദിക്കുന്ന ലിവിംഗ് വിൽ, അത്തരം വിൽപത്രങ്ങൾ സാധൂകരിച്ചു. അതിനാൽ വ്യക്തികൾ മരണതുല്യമായ രീതിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇത്തരം വിൽപത്രങ്ങൾ പ്രാബല്യത്തിൽ വരും. ദയാവധം 2 തരത്തിലാണുള്ളത്: ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ്, അതായത് സജീവ ദയാവധം, ഒരു രോഗിയുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള നേരിട്ടുള്ള രീതിയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ മാരകമായ കുത്തിവയ്പ്. പാസീവ്, അതായത് നിഷ്ക്രിയ ദയാവധം, ജീവൻ നിലനിർത്തുന്ന ചികിത്സ പിൻവലിക്കുകയോ തടഞ്ഞുവയ്ക്കുന്നതോ ചെയ്യുന്നത് വഴി സ്വാഭാവിക മരണം അനുവദിക്കുന്നതാണ്. പാസീവ് എത്തനസിയ, അതായത് നിഷ്ക്രിയ ദയാവധം, അനുവദനീയവും എന്നാൽ ആക്റ്റീവ് എത്തനസിയ, അതായത് സജീവ ദയാവധം, അത് അനുവദനീയമല്ല എന്നും കോടതി വ്യക്തമാക്കി. അങ്ങനെ ഈ വിധിയിലൂടെ സുപ്രീം കോടതി അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു മൗലിക അവകാശമായി അംഗീകരിച്ചു. ജീവിതാവസാന തീരുമാനങ്ങളിൽ വ്യക്തിഗത സ്വയംഭരണം സ്ഥിരീകരിക്കുന്ന മാരക രോഗികൾക്ക് നിഷ്ക്രിയ ദയാവധവും ലിവിംഗ് വില്ലും ഇതിലൂടെ അനുവദിക്കപ്പെടുന്നു.